C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതാര് ത്രിവിക്രമനോ? വാ വാ വാ. ആ ആ ഇരിക്കേ. വേണ്ട സുദർശൻ ചേട്ടാ, ഞാനിവിടെ നിന്നോളാം. ഓ, ശ്രീലക്ഷ്മി വന്നതിന്റെ വലിയ സന്തോഷത്തിലായിരിക്കും എല്ലാരും. സത്യം പറയാലോ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. നേരെ പോകുന്ന നിന്റെ ശ്വാസം മുകളിലേക്ക് എടുപ്പിക്കാനാടാ സുദർശന ഈ ത്രിവിക്രമൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ മോളെ കണ്ട പാടെ ശ്രീയുടെ അച്ഛന്റെ അസുഖം മുഴുവൻ മാറിയെന്ന് വേണം പറയാൻ. സത്യം, എനിക്കും ഇപ്പോഴാ മനസമാധാനം ഉണ്ടായത്. പിന്നെ ശ്രീലക്ഷ്മി മോളെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം. സാരമില്ല, കാഴ്ച പോകുന്നതിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള ഓർമ്മകൾ മനസ്സിൽ നല്ലപോലെ ഉണ്ടല്ലോ. അല്ല സുദർശൻ ചേട്ടാ, നിങ്ങൾ മോളെ ശരിക്കും കണ്ടായിരുന്നോ? ഇല്ലാന്ന് വേണം പറയാൻ. അവിടെ രവി സാറിന്റെ അമ്മയൊക്കെ ഞങ്ങളെ പോലെ കാത്തിരിക്കല്ലേ, അതുകൊണ്ട് വേഗം രവി സാർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഓല്ലോ, അധിക സമയം നോക്കി നിന്ന കൺമണിയെ തിരിച്ചറിയില്ലേ? നാളെ രവിസാറിന്റെ വീട്ടിലൊരു പൂജയുണ്ട്. അതിന് പോകുമ്പോ വേണം മോളോട് കുറച്ചു നേരം സംസാരിക്കാൻ. അപ്പൊ നാളെ നിങ്ങൾ വർമ്മൻ വില്ലയിലേക്ക് പോകുന്നുണ്ടോ? പോണം. മോൾക്ക് വേണ്ടി നടത്തുന്ന പൂജയാണെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ പോയില്ലെങ്കിൽ മോശമല്ലേ? പിന്നെ മോശം, തീർച്ചയായും പോണം. അപ്പൊ പറയാൻ വന്ന കാര്യം ഇപ്പൊ പറയുന്നതിനേക്കാൾ പഞ്ച് നാളെ ഇവരും വർമ്മൻ വില്ലയിലുള്ളവരും ഒരുമിച്ചുള്ളപ്പോ പറയുന്നതാ. ശ്രീലക്ഷ്മി കൺമണിയായി മാറിയത് നാളെ വർമ്മൻ വില്ലയിൽ പോയി പൊട്ടിക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സുദർശൻ ചേട്ടാ, വെറുതെ വന്നേ ഉള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നാളെ പോയിട്ട് വന്നിട്ട് കാണാം. പിന്നെ കാണേണ്ടി വരൂല്ല. എന്താ എന്താ ത്രിവിക്രമൻ പറഞ്ഞത്? അല്ല, കണ്ണില്ലാത്ത ഞാൻ എങ്ങനെ കാണാനാ? എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുകയായിരുന്നു. എന്നാ ശരി മോളെ കൃഷ്ണേ. നിങ്ങൾ ബാക്കി കഞ്ഞി കുടിക്ക്. ഞാനേ നാളത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കട്ടെ. അല്ല സരോജം, നാളെയല്ലേ രമണിയുടെ മോളുടെ നിശ്ചയം? അവിടെ ഒന്ന് പോയി മുഖം കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? അത് നേരാണല്ലോ. ഒരു കാര്യം ചെയ്യാം, മോളുടെ അടുത്തേക്ക് പോകുന്ന വഴി ഞാൻ അവിടെ ഇറങ്ങി നിശ്ചയത്തിൽ പങ്കെടുത്തിട്ട് അങ്ങ് വരാം. പൂജ തുടങ്ങുമ്പോ നമ്മളിൽ ഒരാളെങ്കിലും അവിടെ വേണ്ടേ? അത് നല്ല ഐഡിയ. രവി, അല്ല മോളിതെവിടേക്കാ? ഷീറ്റും തലങ്ങണയൊക്കെ ആയിട്ട്. ഞങ്ങള് ടെറസിൽ കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചു. അവിടെ മഞ്ഞും തണുപ്പും ഒക്കെ അല്ലേ? ഏയ്, അങ്ങനെ വലിയ മഞ്ഞൊന്നുമില്ല അമ്മേ. പിന്നെ നീലഹസ്തിയിൽ താമസിച്ച് ഒരു ശീലമായി പോയി. ശരി, ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. നാളെ പൂജ നടക്കുന്ന സമയത്ത് അവിടെ രാജനന്ദിനിയുടെ ഫോട്ടോ കൂടി വെക്കണമെന്നാ തിരുമേനി പറയുന്നത്. ഇനി അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാത്തതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറാത്തതെങ്കിൽ
അതിനും കൂടി ചേർത്ത് പൂജ നടത്തണമെന്നാ തിരുമേനി പറയുന്നത്. അല്ലമ്മേ, ആരാണ് ആ നന്ദിനി? ആ പാവം മരിച്ചുപോയോ? രാജനന്ദിനിയെ മോൾക്കറിയില്ലേ? തമ്പുരാനെ, പെട്ടെന്നാ തോന്നുന്നത്. ഇവരിത്രയ്ക്കും വിഷമിക്കുകയും ഞെട്ടുകയും ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം. എന്തായാലും മോളും മരുമോളും അല്ല, 2 ആമക്കളെ ഉള്ളൂ. മരുമോള് ശ്രീലക്ഷ്മിയും രേഖയും. ഇനി നന്ദിനി ആരായിരിക്കും? മോളെ ശ്രീലക്ഷ്മി. ആ ആ ആ അറിയാം, നമുക്കറിയാം. അമ്മയുടെ അനിയത്തിയല്ലേ? എന്താ രവി ഇത്? ശ്രീലക്ഷ്മിക്ക് രാജനന്ദിനി ആരാണെന്ന് പോലും ഓർമ്മയില്ലേ? അതപ്പോ ഞാൻ പറഞ്ഞില്ലേ, ശ്രീലക്ഷ്മിക്ക് ചില കാര്യങ്ങൾ മിസ്സിങ്. സ്ഥിരം അടുത്ത് ഇടപഴകിയവരും നമ്മളെ കുറച്ചുപേരെ മാത്രമേ ശ്രീലക്ഷ്മിയുടെ ഓർമ്മകളിൽ ഇപ്പോൾ ഉള്ളൂ. ട്രീറ്റ്മെന്റ് കഴിയുന്നതോടുകൂടിയേ പൂർണ്ണമായിട്ട് ശ്രീലക്ഷ്മി നമുക്ക് തിരിച്ചു കിട്ടും. അത് മാത്രമല്ലമ്മേ, ആ ഒരു പേര് ശ്രീലക്ഷ്മി മറക്കണമെന്നായിരുന്നല്ലോ നമ്മുടെ എല്ലാ ആഗ്രഹം. നീ എല്ലാ കാര്യങ്ങളും സാവകാശം മോൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ആ ഫോട്ടോയുടെ കാര്യം പറയാനാ വന്നത്. പോട്ടെ മോളെ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് ഗുഡ്. എന്റെ പൊന്നാശാനെ, ഒരു വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ എല്ലാം പറഞ്ഞു തരണ്ടേ? നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ നമ്മളിരുന്ന് വെള്ളം കുടിച്ചത്? അല്ല ആശാനെ, ശരിക്കും ആരാണ് ഈ നന്ദിനി? മാമിയാ കുഞ്ഞമ്മയാ? എന്റെ ഭാര്യ. രാജനന്ദിനി എന്റെ ഭാര്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.